ഏത് തരത്തിലും ലക്ഷദ്വീപ് ജനതയെ ദ്രോഹിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലക്ഷദ്വീപ് ഭരണകൂടവും ഉദ്യോഗസ്ഥ വൃന്ദവുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫണ്ട് വകയിരുത്തി പാസാക്കിയ പദ്ധതികൾ ബോധപൂർവം വൈകിപ്പിച്ച് ഫണ്ട് ലാപ്സാക്കുക, രാഷ്ട്രീയ മുൻവിധിയോടെ ചില ദ്വീപുകളെ സമീപിക്കുക, സർവീസിൽ നിന്നും അകാരണമായി ജീവനക്കാരെ പിരിച്ചുവിടുക തുടങ്ങിയ, അല്ലെങ്കിൽ അവരോട് നിർബന്ധിത വിരമിക്കലിനു വേണ്ടി ആവശ്യപ്പെടുക തുടങ്ങിയ ജനദ്രോഹപരമായ നടപടികളാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഈ കാണുന്നത് കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷമുള്ള കടമത്ത് ദ്വീപിലെ ബീച്ച് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികളാണ്. ഇവിടെ ഞാൻ കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയാനുള്ള കാരണം അവിടെയാണ് ഈ രാഷ്ട്രീയ താല്പര്യം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനോട് എതിരുള്ള രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുടെ കോൺട്രാക്ടർമാർക്ക് എതിർ പാർട്ടിയിലുള്ള ആളുകൾ കോൺട്രാക്ടർമാരായിട്ട് വരുന്നു, അവർ കോൺട്രാക്ട് ഏറ്റെടുക്കുന്നു, അവർ ബോധപൂർവം ചിലത് വൈകിപ്പിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള ദ്രോഹ സമീപനങ്ങൾ ഉണ്ടാക്കുക. അവിടുത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ രീതിയാണ്. ഇത്തരത്തിൽ സമീപനങ്ങൾ ഇത്തരം കോൺട്രാക്ടർമാർ സ്വീകരിക്കുന്നു. അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന സമീപനം ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് കടലാക്രമണം തടയുക എന്ന ഉദ്ദേശത്തോടെ തയ്യാറാക്കിയ ചില പദ്ധതികളാണ്. ഇവകൾ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇവ നേരെയാക്കാൻ PWD ഡിപ്പാർട്ട്മെൻറ്റ് 41 ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും പദ്ധതി ഇപ്പോഴും പാതി വഴിയിൽ തന്നെയാണ്. ഇതുമൂലം തന്നെ അവിടുത്തെ ബീച്ചിന് സ്വാഭാവികമായ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് വരും. അതോടൊപ്പം തന്നെ ബോട്ടുകൾ കരക്കടുപ്പിക്കുന്നതിൽ ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഇത്തരം അശാസ്ത്രീയമായ രീതിയിൽ വെക്കുന്നത് കൊണ്ട് ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങളാണ് ഇത്തരം അശാസ്ത്രീയമായ രീതിയിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ദ്വീപ് നിവാസികൾ തന്നെ വ്യക്തമാക്കുന്നത്. ഇത് മറ്റൊരു എംബാർക്കേഷൻ പാസഞ്ചർ ജെട്ടി ആണ്. ഇതിൻ്റെ സ്ഥിതിഗതിയും ഇതേ അവസ്ഥയാണ്. അറ്റകുറ്റപ്പണികൾ വൈകിപ്പിക്കുന്നു, നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാത്ത അവസ്ഥ, ഇതുമൂലമൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടമത്ത് ദ്വീപിൽ ബീച്ച് മോഡിഫിക്കേഷൻ്റെയും ഹാർബർ ഡെവലപ്മെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങൾ ഇപ്പോൾ പാതി വഴിയിലാകുന്നതിൻ്റെ രോഷത്തിലാണ് നാട്ടുകാർ എന്നാണ് ആ നാട്ടിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ് ഭരണകൂടത്തിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലെ നിരവധി ജീവനക്കാരെ പൊതു താൽപ്പര്യം മുൻനിർത്തി സർവീസിൽ നിന്ന് അകാലത്തിൽ വിരമിപ്പിച്ചു എന്നതാണ് അടുത്ത ഒരു വാർത്തയായിട്ട് വരുന്നത്. 2026 ജൂലൈ 2-ാം തീയതി പുറപ്പെടുവിച്ച വ്യത്യസ്ത ഉത്തരവുകളിലൂടെയാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടേറിയറ്റ് സർവീസ് സെക്ഷൻ ഈ കൂട്ടം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ റൂൾ FR 56(1) CCS അഥവാ പെൻഷൻ ചട്ടങ്ങൾ 2021 റൂൾ 42 എന്നിവ പ്രകാരമുള്ള അധികാരങ്ങൾ വിനിയോഗിച്ചാണ് ഭരണകൂടത്തിൻ്റെ ഈ നടപടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവനക്കാരുടെ സേവന കാലയളവിലെ മുഴുവൻ റെക്കോർഡുകളും പരിശോധിക്കാൻ രൂപീകരിച്ച പ്രത്യേക റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. പ്രസ്തുത ജീവനക്കാർ സർവീസിൽ തുടരുന്നത് പൊതു താൽപ്പര്യത്തിന് അനുയോജ്യമല്ലെന്ന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അതോറിറ്റി അംഗീകരിക്കുന്നൊരവസ്ഥയാണ്. നിലവിലെ ഉത്തരവ് ഒരു തരത്തിലുള്ള ശിക്ഷാ നടപടിയല്ലെന്നും പൊതു താൽപ്പര്യാർത്ഥം മാത്രമുള്ളതാണ് എന്നുമാണ് അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ച 2026 ജൂലൈ 2 ഉച്ച മുതൽ ജീവനക്കാർ സർവീസിൽ നിന്നും വിരമിച്ചതായി കണക്കാക്കും. നോട്ടീസ് കാലാവധിക്ക് പകരമായി 3 മാസത്തെ ശമ്പളവും അലവൻസും ഇവർക്ക് ലഭിക്കും. കൂടാതെ ചട്ടപ്രകാരമുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾക്കും മറ്റ് വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കും ഇവർ അർഹരായിരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്തിരുന്ന സ്റ്റെനോഗ്രാഫർ, അപ്പർ ഡിവിഷൻ ക്ലാർക്ക്, ലോവർ ഡിവിഷൻ ക്ലാർക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികകളിലെ ജീവനക്കാരാണ് വിരമിക്കൽ നടപടിക്ക് ഇപ്പോൾ ഇരയായിരിക്കുന്നത്. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ, പേ ആൻഡ് അക്കൗണ്ട്, ജില്ലാ സെഷൻസ് കോടതി, LPWD, ലീഗൽ മെട്രോളജി, വില്ലേജ് ദ്വീപ് പഞ്ചായത്തുകൾ, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, വനിതാ ശിശു വികസന വകുപ്പ്, ആരോഗ്യം, ടൂറിസം, ഇൻഡസ്ട്രീസ് തുടങ്ങി കവരത്തി, മിനിക്കോയി, അഗട്ടി, അമിനി, കടമറ്റ്, കൽപ്പേനി, കിൽത്താൻ, ആൻഡ്രോത്ത് എന്നീ ദ്വീപുകളിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗം ജീവനക്കാരെയാണ് ഈ ഉത്തരവ് സാരമായി ബാധിക്കുന്നത്. UTLAയുടെ അനുമതിയോടെ സ്പെഷ്യൽ സെക്രട്ടറി
പത്മാക്കർ റാം ത്രിപാഠിയാണ് വിരമിക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ആ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. ഏതായിരുന്നാലും എല്ലാ തരത്തിലും ദ്വീപ് ജനതയോടുള്ള സമീപനം തന്നെ ഭരണകൂടത്തിന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈയിടെയാണ് മദ്യം അവിടേക്ക് അനുവദിക്കുവാനുള്ള ഉത്തരവുകൾ വന്നത്. അതിനെതിരെ ആ ജനത അതോടൊപ്പം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ജനത പ്രതിഷേധത്തിലാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഭരണകൂടം സ്വീകരിക്കുന്നത് ആ നാട്ടിലെ ജനതയെ വലിയ തരത്തിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.